മിശിഹാൽ സ്നേഹിക്കപ്പെട്ടവരെ, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ഞാൻ ഈ വീഡിയോ ക്ലിപ്പ് ഇടുന്നത് റോമിൽ നിന്നാണ്. 28, 29, 30 ദിവസങ്ങളിൽ കരുണയുടെ മിഷണറിമാരുടെ ഒരു സംഗമം ഇവിടെ ഉണ്ടായിരുന്നു. ഫ്രാൻസിസ് പാപ്പ വിളിച്ചു കൂട്ടിയതാണെങ്കിലും അദ്ദേഹത്തിന് അതിൽ സംബന്ധിക്കുവാനായിട്ട് സാധിച്ചില്ല. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായിട്ട് 2015 അദ്ദേഹം 700ഓളം വൈദികരെ ഒന്നിച്ചുകൂട്ടി കരുണയുടെ മിഷണറിയാക്കി. അന്നു മുതൽ ഇപ്പോൾ 4ാമത്തെ തവണയാണ്. എല്ലാ തവണയും അതിൽ സംബന്ധിക്കാൻ ഈ വീൽ ചെയറിൽ ഇരുന്നുകൊണ്ടാണെങ്കിലും എനിക്ക് കഴിഞ്ഞു എന്ന് ഏറെ ചാരിതാർത്ഥ്യത്തോടെ കർത്താവ് നന്ദി പറഞ്ഞുകൊണ്ട് ഞാനിങ്ങോട്ട് പങ്കുവെക്കുകയാണ്. ഇപ്പോൾ 1258 കരുണയുടെ മിഷണറിമാർ 5 ഭൂഖണ്ഡങ്ങളിൽ നിന്നായിട്ട് ഉണ്ട്. എന്നാലും ഈ സംഗമത്തിൽ ഇത് ഒരു ജൂബിലി വർഷമാണല്ലോ. 10 വർഷമായി കരുണയുടെ മിഷണറിമാരുടെ സമൂഹം ആരംഭിച്ചിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു ആനിവേഴ്സറി ആയിരുന്നു. അവർ ജൂബിലി വർഷത്തിൽ ഒരു പ്രത്യേകത ഉണ്ടല്ലോ. അതുകൊണ്ട് ഞങ്ങളെ വിളിച്ച് കൂട്ടി സമ്മേളിപ്പിച്ചത് ആണ്. 500-ലധികം പേരെ വന്നുള്ളൂ. വിവിധ കാരണങ്ങളുണ്ട്. ഇപ്പോഴത്തെ യുദ്ധത്തിന്റെ ഭീതിയുണ്ട്. പിന്നെ ചിലരൊക്കെ ഓർത്ത് കാണാൻ മാർപ്പാപ്പയെ കാണാൻ പറ്റില്ലല്ലോ. കാരണം മാർപ്പാപ്പ ഈ സംഗമത്തിന്റെ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയായിരുന്നു. എല്ലാവരെയും ഒറ്റയ്ക്ക് കാണുകയും സംസാരിക്കുകയും കൈ കൊടുക്കുകയും ഫോട്ടോ ഒന്നിച്ചെടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ അത് നഷ്ടമാകുമല്ലോ എന്നോർത്തുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ പലരും വരാതിരുന്നത്, അറിഞ്ഞുകൂടാ. ഏതായാലും നല്ല ഭംഗിയായിട്ട് 3 ദിവസവും ഈ പരിപാടി അത് നടന്നുപോയി എന്ന് സന്തോഷത്തോടെ പറയുവാൻ കഴിയും. ആർച്ച് ബിഷപ്പ് ഫിസിയോ ചേള അദ്ദേഹമായിരുന്നു ഈ എവഞ്ചലൈസേഷന്റെ നായകൻ, ലീഡർ. അദ്ദേഹമാണ് എല്ലാ കാര്യങ്ങളും ചെയ്തത്. റീനോ ഫിസിയോ ചേള 4 തവണയുണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാ വ്യക്തികളെയും വ്യക്തിപരമായിട്ട് അദ്ദേഹം അറിയും. 1ാം ദിവസം അദ്ദേഹം ഒരു ക്ലാസ് എടുത്തു ആമുഖമായിട്ട്. ഈ സംഗമത്തിന്റെ തീം, അതിന്റെ ആദർശം പറഞ്ഞു. അത് സങ്കീർത്തനം അധ്യായം 71:5. യു ആർ മൈ ഹോപ്പ് ഓ ലോർഡ്. കർത്താവ്, അങ്ങിലാണ് എന്റെ ആശ്രയം എന്നത്. നമുക്കറിയാം, വിവിധ കാരണങ്ങളാൽ ഏറെ അനിശ്ചിതാവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു കാലഘട്ടമാണല്ലോ. മനുഷ്യർക്ക് ഒത്തിരി വേദനകൾ, അസ്വസ്ഥതകൾ, ഭീതികൾ എല്ലാമുണ്ട്. അപ്പോൾ കർത്താവിൽ പ്രത്യാശ വയ്ക്കണം എന്ന ആശയമാണ് ഞങ്ങളോട് സംസാരിച്ചത്. അദ്ദേഹം റോമാക്കാർക്ക് ലേഖനത്തിന്റെ 8ാം അധ്യായം 24 വചനവും ഉദ്ധരിച്ചു. ആ പ്രത്യാശയിലൂടെയാണ് നാം രക്ഷ പ്രാപിക്കുന്നത്. ആ പ്രത്യാശയിലൂടെ പ്രാപിക്കുന്ന രക്ഷ നേരിൽ നമുക്ക് ഇപ്പോൾ ദർശിക്കാൻ സാധ്യമല്ല. നാം നേരിട്ട് കാണുന്നതിൽ പ്രത്യാശ വയ്ക്കേണ്ട കാര്യമില്ലല്ലോ. പ്രത്യാശ വയ്ക്കുന്നത് നാം കാണാത്ത കാര്യത്തിലാണ്. അതിനുവേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ് വേണ്ടത്. അതാണല്ലോ പൗലോസ്ലീഹ പഠിപ്പിക്കുന്നത്. അപ്പോൾ നിശ്ചയമായിട്ടും പ്രത്യാശയുടെ ഒരു ജനമായിരിക്കണം ക്രിസ്ത്യാനികൾ, അഥവാ യേശുക്രിസ്തുവിനെ വിശ്വസിച്ച് യേശുക്രിസ്തുവിനെ പിൻചൊല്ലുന്നവർ. ഇനിയും ഞങ്ങൾ കരുണയുടെ മിഷണറിമാർക്ക് പ്രത്യേകം ക്ലാസുകൾ ഉണ്ടായിരുന്നു, ദൈവശാസ്ത്രജ്ഞന്മാരുടെ ക്ലാസുകൾ. അതിലൂടെ എല്ലാം പറഞ്ഞത്, ഞങ്ങളെ പ്രത്യേകമായിട്ട് കർത്താവ് തെരഞ്ഞെടുത്തിരിക്കുന്നത് ലോകം മുഴുവനും കർത്താവിന്റെ കരുണയും സ്നേഹവും പ്രഘോഷിക്കുവാൻ ആണ്. നിങ്ങൾക്കറിയാം, കാനല്ലോ അനുസരിച്ച് കുമ്പസാരത്തിലൂടെ പാപത്തിന് മോചനം ലഭിക്കും. നമുക്ക് പാപത്തിന്റെ മോചനാധികാരികം എല്ലാ വൈദികർക്കുമുണ്ട്, ബിഷപ്പ് കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഞങ്ങൾക്ക് പ്രത്യേകമായ ആനുകൂല്യം ഉണ്ട്. റോമിന് മാത്രം മാറ്റിവെച്ചിരുന്ന ക്ഷമ കൊടുക്കേണ്ട ചില പാപങ്ങൾക്ക് ഞങ്ങൾക്ക് മോചനം കൊടുക്കുവാൻ കഴിയും. അഥവാ വേറെ ഭാഷയിൽ പറഞ്ഞാൽ, ഞങ്ങളുടെ കുമ്പസാരത്തിൽ ഒരു മനുഷ്യന്റെ എല്ലാ പാപങ്ങൾക്കും മോചനം കൊടുക്കുവാനുള്ള അധികാരമുണ്ട്. അതായത് അതിർത്തി വരമ്പുകൾക്കും അതീതമായി കർത്താവിന്റെ കരുണ എല്ലാവർക്കും ഭക്ഷിക്കുക. നാം ആരെയും വിധിക്കേണ്ടവരല്ല. നമുക്കറിയാം, പണ്ട് കാലത്തൊക്കെ ചില പാപങ്ങൾ മോചനം കിട്ടുവാനായിട്ട് റോമിൽ മാർപ്പാപ്പാട് ചോദിച്ച് അനുവാദം വാങ്ങിക്കണമായിരുന്നു.
ഇന്ന് അതിന്റെ ആവശ്യമില്ല. കരുണയുടെ മിഷണറിമാർക്ക് മോചിപ്പിക്കുവാൻ കഴിയും. ഉദാഹരണമായിട്ട് സക്രാരി തല്ലിപ്പൊളിക്കുന്നത്, അല്ല വിശുദ്ധ കുർബാന അവഹേളിക്കുന്നത്, മാർപ്പാപ്പയെ തല്ലുന്നത്, മാർപ്പാപ്പയെ പറ്റി അനാവശ്യമായി പറയുന്നത്, ഇങ്ങനെ ഒത്തിരി പാപങ്ങൾ റോമിന് മാത്രമേ ക്ഷമിക്കാൻ പറ്റൂലായിരുന്നു. പണ്ട് കാലത്ത് അബോർഷൻ, ഭ്രൂണഹത്യ പോലും റോമിൽ നിന്നായിരുന്നു മോചനം കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇതെല്ലാം കൊടുക്കാനുള്ള അധികാരം ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അത് പല രൂപതകളിലും അതിന്റെ പേരിൽ ചില മെത്രാന്മാർക്ക് ഞങ്ങളുടെ ഒരു അസൂയയാണോ വിഷമം പോലെ ഉണ്ട്. കാരണം ഇവർക്ക് ഇത്രയും അവകാശങ്ങളും അനുഗ്രഹങ്ങളും കൊടുത്തുവിട്ടിരിക്കുന്നത് എന്തിനാണെന്ന്. എന്നാൽ ഭൂരിപക്ഷം മെത്രാന്മാർക്കും ഞങ്ങളെ ഇഷ്ടമാണ്, ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് എല്ലായിടത്തും. ഏതായാലും സഭയുടെ ഉദ്ദേശം എന്ത്? കർത്താവിന്റെ ഉദ്ദേശം തന്നെ പാപികളെ രക്ഷിക്കാൻ വന്നു, എല്ലാ പാപികളെയും രക്ഷിക്കാൻ വന്നു. ആ വ്യഭിചാര സ്ത്രീയോട് പറഞ്ഞതുപോലെ, ഞാൻ നിന്നെ വിധിക്കുന്നില്ല, നീ ഇനി മേലെ പാപം ചെയ്യരുത്. അപ്പൊ സഭയും അത് തന്നെയാണ് ചെയ്യുന്നത്. എല്ലാ പാപങ്ങളും ക്ഷമിക്കുന്നു, പാപം ചെയ്യാത്ത വിശുദ്ധിയുടെ ഒരു ജീവിതം കഴിക്കുവാനായിട്ട് നയിക്കുന്നു. ഞങ്ങൾക്ക് 2-ാം ദിവസം വത്തിക്കാനിലെ ഗ്രോട്ടോയിൽ, അതായത് ഇവിടുത്തെ ഗാർഡൻ പൂന്തോട്ടത്തിലെ ഗ്രോട്ടോയിൽ കൊന്തയുണ്ടായിരുന്നു. അവിടെ വെച്ചും പ്രസംഗവും ക്ലാസും പരസ്പരം കണ്ടുമുട്ടാൻ അവസരമുണ്ടായിരുന്നു. അതിനുശേഷം അവസാനം വിശുദ്ധ കുർബാന ഇന്നലെ ഞായറാഴ്ച, അതായിരുന്നു ലാസ്റ്റ് പരിപാടി. ധൂർത്തപുത്രനെ പറ്റി മനോഹരമായിട്ട് ആർച്ച് ബിഷപ്പ് റീനോ സംസാരിച്ചു. അതിനുശേഷവും പരസ്പരം കണ്ടുമുട്ടാനും ഒക്കെ അവസരമുണ്ടായിരുന്നു. അപ്പോൾ മാർപ്പാപ്പായുടെ പ്രത്യേക സമ്മാനമായി ഞങ്ങൾ ഓരോരുത്തർക്കും തന്ന ഊറാലയാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. പ്രായശ്ചിത്തത്തിന്റെ അടയാളമുള്ള ഈ ഊറാല ഞങ്ങൾക്ക് ആദ്യവും ഇതുപോലെ വേർന്ന് തന്നിരുന്നു മാർപ്പാപ്പ. ഞങ്ങളുടെ ഒരു പ്രത്യേക സ്നേഹം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു, ഉണ്ട്. നമുക്കറിയത്തില്ല എത്ര കാലം അദ്ദേഹം ജീവിക്കുമെന്ന്. അദ്ദേഹം തന്നെ അദ്ദേഹത്തിന് ഞങ്ങൾക്ക് ഒരു സന്ദേശം പറഞ്ഞു. എന്നെ ഓർത്തല്ല നിങ്ങൾ കരുണയുടെ മിഷണറിമാരാകേണ്ടത്, കർത്താവിനെ ഓർത്താണ്. അവിടെ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം നിങ്ങൾ ലോകാവസാനം വരെ കാത്തു സംരക്ഷിക്കണം, കൊണ്ടു നടക്കണമെന്ന്. ആ പ്രഭാഷണം, സന്ദേശം ആർച്ച് ബിഷപ്പ് റീനോ ഞങ്ങളുടെ മുമ്പിൽ വായിച്ചു. പിന്നെ ഇത് ജൂബിലി വർഷം, അനുഗ്രഹത്തിന്റെ ഒരു വർഷമാണ്. പ്രിയപ്പെട്ടവരെ, റോമിൽ വന്നാൽ ജനക്കൂട്ടത്തെ കാണണമെങ്കിൽ ഇവിടെ വരണം. ഞാൻ ഓർക്കുന്ന വർഷങ്ങൾക്ക് മുമ്പ് ജോഹന്നാൻ പൗലോസ് മാർപ്പാപ്പ മരിച്ചപ്പോൾ ഞാൻ ഈ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ ഉണ്ടായിരുന്നു. എത്രമാത്രം ആളുകൾ തെങ്ങി നിറഞ്ഞ്. അതുപോലെയാണ് ഞാൻ എന്റെ മനസ്സിൽ ഓർത്തു പോവുകയാണ്. ഈ വന്നതിൽ ഭൂരിപക്ഷം 90-95% വെള്ളക്കാരാ. നമ്മൾ പറയാം അവർക്ക് വിശ്വാസമില്ല, വിശ്വാസം നഷ്ടപ്പെട്ടെന്ന്. എന്നാൽ ഇവിടെ തണുപ്പ് കാലവും മഴയാണ്, ചിലപ്പം വെയിലും തെളി, ഇതെല്ലാം കൊണ്ട് ക്യൂ നിൽക്കണമെങ്കിൽ മണിക്കൂറുകൾ നിൽക്കണം. അത്രയ്ക്ക് വലിയ പുരുഷാരമാണ്. ഞങ്ങളെ തന്നെ സ്പെഷ്യൽ ക്യൂ കൂടാണ് കൊണ്ടുപോയത്, കരുണയുടെ കവാടത്തിലൂടെ കടത്തിവിടാനായിട്ട്. പ്രിയപ്പെട്ടവർ, ഞാൻ ഓർക്കുകയാണ് ഇവരെന്തിനാ വന്നത്, എന്നാ കാണാനാ? ഇവിടെ കൺസേർട്ടോ സംഗീത പരിപാടിയോ സിനിമയോ ഒന്നുമില്ല. ഇപ്പോൾ മാർപ്പാപ്പയെ പോലും കാണാനുള്ള അവസരമില്ലെന്ന് അവർക്കറിയാം. എങ്കിലും കൊന്തയും ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ട് ക്യൂ നിൽക്കുകയാണ്. ഭൂരിപക്ഷം പേരും 60 വയസ്സൊക്കെ കഴിഞ്ഞവരാണ്. ചെറുപ്പക്കാരും ഉണ്ട്. ചെറുപ്പക്കാർ മൊത്തത്തിൽ കുറവാണ് നമുക്ക് ലോകത്ത് തന്നെ. അവര് എന്തിനു വരുന്നു? അപ്പൊ ഞാൻ ഓർത്തു, എല്ലാം അവരുടെ വിശ്വാസം ഇതാണ്. ഈ കവാടത്തിലൂടെ അനുതാപത്തിലൂടെ കടന്നുപോയാൽ, നല്ലൊരു കുമ്പസാരവും കഴിഞ്ഞ് കടന്നുപോയാൽ പാപത്തിന് മോചനം കിട്ടും, മോക്ഷത്തിൽ പോകാമെന്ന്. അപ്പൊ ഈ മോക്ഷത്തിൽ പോകാനുള്ള പ്രത്യാശ ഇന്നും മനുഷ്യന്റെ മനസ്സിലുണ്ട്. അപ്പോൾ ഇവരുടെ വിശ്വാസം പോയി എന്ന് പറയുന്നതിന് അർത്ഥമില്ല. പക്ഷെ നമ്മുടെ നാട്ടിലെ പോലെ പള്ളിക്കകത്തൊന്ന് ചൂടുവോ കൈയടിച്ചു പാടാനോ കൈപൊക്കി പാടാനോ പ്രദർശനം നടത്താനോ ജണ്ട കൊട്ടാനോ രൂപം എഴുന്നള്ളിക്കാനൊന്നും പോയില്ല. അവരുടേത് കൂടുതലും ആഴത്തിലുള്ള വിശ്വാസമായിട്ടാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. മാത്രമല്ല ഒത്തിരി സ്നേഹമുള്ളവര്, സ്നേഹം മറ്റുള്ളവർ കൊടുക്കുന്നവർ. ഞാൻ ഏറെ നേരം ഈ വീൽ ചെയറിൽ ഇരിക്കുന്നതുകൊണ്ട് പലരും ചോദിച്ചു എന്തെങ്കിലും സഹായം വേണോ, തള്ളിക്കൊണ്ട് പോകണോ. ചില ചോദിച്ചു ഇന്ത്യയിൽ നിന്ന് വന്നല്ലേ പൈസ വല്ലതും വേണോ, തിന്നാനായിട്ടോ കുടിക്കാനോ. ഇങ്ങനെ ആരാഞ്ഞ് മറ്റുള്ളവരുടെ ആവശ്യം ആരാഞ്ഞുകൊണ്ട് സഹായിക്കുന്ന ഒരു ജനതയാണ് യൂറോപ്പില്, അല്ലെങ്കിൽ ഈ വെള്ളക്കാര്. അതിനാൽ നമുക്കറിയാം ലോകത്തിലാണെങ്കിലും ഏതെങ്കിലും അപകടമുണ്ടാകുമ്പോൾ ആദ്യം അവരാണ് പണം കൊടുക്കുന്നത്. അപ്പം അവരുടെ ജീവിതത്തിലാണ് അത് ക്രിസ്തീയത കാണാൻ സാധിക്കുന്നത്, പുറമേയുള്ള ബാഹ്യമായ ആചാരങ്ങളിൽ അധികമായിട്ട്. അതാണ് എനിക്ക് ദർശിക്കാൻ സാധിച്ചത്. അവിടെ യൂറോപ്പിലും അല്ലെ വെള്ളക്കാരുടെ ഇടയിലൊക്കെ വിശ്വാസം പോയി എന്ന് നമ്മൾ പറയാൻ പാടില്ല. അവിടെ വിശ്വാസം ആഴത്തിലുണ്ട്. പ്രകടനത്തിൽ വ്യത്യാസമുണ്ട്. ഒരുപക്ഷെ നമ്മൾക്ക് ഞായറാഴ്ച തോറും പള്ളിയിൽ പോകുന്നു,
അല്ലെങ്കിൽ 2 ആഴ്ചയിലൊന്ന് കുമ്പസാരിക്കുന്നു, പ്രാർത്ഥനാ ഗ്രൂപ്പിൽ പോകുന്നു, ഇപ്പൊ കരിസ്മാറ്റിക് ആണ്. ഇതൊക്കെ ഒരുപക്ഷെ വിരളമായിരിക്കാം. എന്നാൽ ആഴമായ ക്രിസ്തീയ പഠനങ്ങൾ സ്വന്തമാക്കി അത് ജീവിതത്തിൽ പകർത്തിയവരെയാണ് എനിക്ക് കാണാൻ സാധിച്ചത്. പ്രിയപ്പെട്ടവർ, ഞാൻ ഈ വീൽ ചെയറിൽ ഇരുന്നുകൊണ്ട് നോക്കിയിരുന്നപ്പം ഇവരുടെ പ്രാർത്ഥനയും, ചിലരൊക്കെ സാഷ്ടാംഗം വീണ് പ്രാർത്ഥിക്കുന്നു, വെറും നിലത്ത്, ചിലർ കൈപൊക്കി പ്രാർത്ഥിക്കുന്നു. അതൊക്കെ കാണുമ്പോൾ അവർ ത്യാഗപൂർവ്വം വരികയാണ് അവർക്ക് വേണ്ടിയും അവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയും കരുണ കിട്ടാനായിട്ട്. അതുകൊണ്ടാണ് അത് ഈ കരുണയുടെ കവാടത്തിലൂടെ അത് അവർക്കറിയാം ദണ്ഡ വിമോചനം കിട്ടും. ആ ദണ്ഡ വിമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പലർക്കും പൂർവികരുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വന്നവരാണ്. ഏതായാലും ശരി, ഒരു വലിയ ഒരു അവസരമായിരുന്നു, ഒരു സാക്ഷ്യത്തിന്റെ അവസരമായിരുന്നു ഈ ദിവസങ്ങൾ. ഞാൻ ഒത്തിരി സന്തോഷിച്ചു. കാരണം എന്റെ കരുണയുടെ മിഷണറിമാരെയെല്ലാം കാണാനും സാധിച്ചു. ഞാൻ വരണോ വേണ്ടായോ എന്ന് സംശയമുണ്ടായിരുന്നു. എങ്കിലും കർത്താവ് എന്നെ കൊണ്ടുവന്നു. അതുകൊണ്ട് എല്ലാവരെയും കാണാനും അവർക്കെല്ലാം എന്നോട് സ്നേഹവും ബഹുമാനവും എല്ലായിരുന്നു. പ്രായത്തിൽ ഒരു പ്രായം കൂടിയ ഒരാൾ ഞാനായിരുന്നു. അതുപോലെ തന്നെ ഞാൻ വീൽ ചെയറിലായിരുന്നതും അവർക്ക് അത്ഭുതം. ഈ വീൽ ചെയറിൽ ഈ സഹനമെല്ലാം സഹിച്ച് ഞാനിങ്ങനെ വന്നല്ലോ എന്ന്. അവിടെ പലരും വന്ന് ആശീർവാദം മേടിക്കുകയും പ്രാർത്ഥന ചോദിക്കുകയും കുമ്പസാരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു എന്റെ അടുക്കൽ. അതുകൊണ്ട് എനിക്കും ഒരു അനുഭവമായിരുന്നു ഇവിടുത്തെ റോമിലെ താമസം. എന്റെ കൂടെ എന്നെ ഇപ്പോൾ കാരിസ് ഭവനിലായിരിക്കുമ്പോൾ പരിചരിക്കുന്ന റോണി എന്ന് പറഞ്ഞ ബ്രദറും അവർ പ്രത്യേക അദ്ദേഹത്തിന് വിസ കൊടുത്ത് എന്റെ കൂടെ അയച്ചു. പിന്നെ അത് എന്റെ മരുമകൻ, എന്റെ ചേട്ടന്റെ മകൻ ജിജോ അച്ഛനും ഉണ്ടായിരുന്നു കൂടെ. അദ്ദേഹവും ഒരു കരുണയുടെ മിഷണറിയാണ്. പിന്നെ MSFSലെ വേറൊരു വൈദികനും ഉണ്ടായിരുന്നു. ഡിജോ അച്ഛൻ അമേരിക്കയിലാണ്, അദ്ദേഹത്തിന് വരാൻ കഴിഞ്ഞില്ല. പ്രിയപ്പെട്ട നല്ല ഒരു സംഗമം ആയിരുന്നു. ഒത്തിരി സന്തോഷത്തോടെ ഞാൻ പ്രാർത്ഥന ചെയ്യുന്നു. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞുകൊള്ളട്ടെ. ഈ കരുണയുടെ കവാടത്തിലൂടെ കടന്നുപോയപ്പോൾ, അതായത് കർത്താവിന്റെ അനുഗ്രഹം കൂടുതലായിട്ട് പ്രാപിക്കാനായിട്ട് കർത്താവിന്റെ ദണ്ഡവിമോചനത്തിനായിട്ട് പ്രാർത്ഥിച്ചപ്പോൾ നിങ്ങളെയൊക്കെ ഞാൻ ഓർത്തു. ഞാൻ ഒരു അരമണിക്കൂർ മുൻപ് കണ്ണുകൾ അടച്ച് എന്നെ അറിയുന്നവർ, എന്നെ സ്നേഹിക്കുന്നവർ, എന്റെ കുടുംബത്തിൽപ്പെട്ടവർ, ബന്ധത്തിൽപ്പെട്ടവർ, എന്റെ ധ്യാനം കൂടിയവർ, എന്റെ പുസ്തകം വായിച്ചിട്ടുള്ളവർ, ഞാനുമായിട്ട് ഇമെയിലിലൂടെ, വാട്സാപ്പിലൂടെയും അല്ലെങ്കിൽ ഫോണിലൂടെയും സമ്പർക്കം പുലർത്തുന്നവർ, കാരിസ് ഭവനിൽ വെച്ച് എന്നെ കണ്ടുമുട്ടിയിട്ടുള്ളവർ, എന്റെ വിവിധങ്ങളായ ധ്യാനങ്ങളിലൂടെ സംബന്ധിച്ച് ജീവിച്ചിരിക്കുന്നവരും മരണം മൂലം വേർപെട്ടവരെ, കഴിവതോളം അവരെയെല്ലാം എന്റെ ഉള്ളിൽ പേറിക്കൊണ്ടാണ് ഞാൻ ആ കവാടത്തിലൂടെ കടന്നുപോയത്. അത് എനിക്ക് ഉറപ്പായിട്ടറിയാം. അതിലൂടെ കർത്താവ് നിങ്ങളെ അനുഗ്രഹിച്ചു, നിങ്ങളുടെ കുടുംബങ്ങളെയും അനുഗ്രഹിച്ചുവെന്ന്. വിവിധങ്ങളായ പ്രശ്നങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞതിനെ ഏൽപ്പിച്ച കാര്യങ്ങളൊക്കെ കഴിവതോളം ഞാൻ മനസ്സിൽ കൊണ്ടുവന്ന് പ്രാർത്ഥിച്ചു. കണിശമായിട്ടും കർത്താവ് നിങ്ങളെ അനുഗ്രഹിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളൊക്കെ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ ജീവിച്ചിരിക്കുന്നത്. കർത്താവ് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രാർത്ഥനയാണ് എന്റെ ശക്തി. തുടർന്നും പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. എന്റെ ഈ യാത്ര, ഈ തീർത്ഥാടക യാത്ര തുടരുവാനായിട്ട്, കർത്താവിന്റെ സ്നേഹം, കരുണ മറ്റുള്ളവർക്ക് കൊടുക്കുവാനായിട്ട്, ഒരു നല്ല കരുണയുടെ മിഷണറിയായി തുടരുവാൻ മരണം വരെ കർത്താവിന്റെ വചനം ഘോഷിക്കുവാൻ ഒക്കെ നിങ്ങൾ പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ഐ ലവ് യു. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങൾക്കറിയാം, ഈ ഏപ്രിൽ 6 മുതൽ 10 വരെ ഇംഗ്ലീഷിൽ ഞാൻ ഒരു ധ്യാനം കൊടുക്കുന്നുണ്ട് ഷെക്കീന ടെലിവിഷനിൽ. അതുകൊണ്ട് ഇംഗ്ലീഷ് അറിയാവുന്നവരെയും നിങ്ങളുടെ ബന്ധത്തിൽപ്പെട്ടവരെയും വിദേശത്താണെങ്കിൽ അറിയിക്കുക. സമയം നിങ്ങൾക്കറിയാം, 7 മുതൽ 9 വരെ 2 മണിക്കൂർ സമയമുള്ള ഒരു ധ്യാനമാണ്. പ്രസംഗം ഉണ്ടായിരിക്കും, ഒന്നിച്ച് പ്രാർത്ഥനയുണ്ട്, ആരാധനയെല്ലാം ഉണ്ടായിരിക്കും. അതുകൊണ്ട് അറിയിക്കേണ്ടവരൊക്കെ അറിയിച്ച് ഏറെ സംബന്ധിക്കുക. 5 ദിവസത്തെ അത് പീഡാനുഭവത്തിന്റെയും കർത്താവിന്റെ രക്ഷ നൽകലിന്റെയൊക്കെ കാര്യങ്ങൾ അത് ചിന്തിക്കുന്നത് നിങ്ങൾക്കറിയാം. ഫ്ലൈ ഹൈ എന്നാണ് അതിന് പേര്, ഉയർന്നു പറക്കുക എന്നാണ് ആ ധ്യാനത്തിന് ഞാൻ പേര് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഹാർദവമായിട്ട് നിങ്ങളെ ക്ഷണിക്കുന്നു, അത് നിങ്ങളുടെ ബന്ധുമിത്രാദികളെയും ക്ഷണിക്കുന്നു. പലരെയും അത് അറിയിക്കുക. യൂറോപ്പിലാണെങ്കിൽ യൂറോപ്യൻ ടൈമിൽ ഉച്ച കഴിഞ്ഞ് 3:30 മുതൽ 4:30 വരെയാണ്. 2 മണിക്കൂർ സമയം, നല്ല സമയമാണ് ഉച്ച കഴിഞ്ഞ്. ആഫ്രിക്കയിലെ ടിവികളിലെല്ലാം കാണും അത് എന്റെ പരിപാടി. ആഫ്രിക്കയും ഇന്ത്യയുമായിട്ട് 1 മണിക്കൂർ വ്യത്യാസം, 1 മണിക്കൂർ മുന്നോട്ടാണ്. അവരെയും അറിയിക്കുക, ആഫ്രിക്കയിലൊക്കെ ഉള്ളവരോട് പറയുക. അതുപോലെ തന്നെ അമേരിക്കയിലാണെങ്കിൽ രാവിലെയാണ് 9:30 മുതൽ 10:30, 11:30 വരെയാണ് ഈ പ്രോഗ്രാം കാണാൻ സാധിക്കുന്നത് ഷെക്കീന ടെലിവിഷനിൽ. അല്ലെങ്കിൽ എന്റെ യൂട്യൂബിലും നിങ്ങൾക്ക് അത് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് കാത്തിരിക്കാം, നിങ്ങളെ ഇൻഫോം ചെയ്യും. ഓക്കെ, നിങ്ങളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഞാൻ നിങ്ങൾ ഓരോരുത്തരെയും ഈശോയുടെ കരത്തിൽ അർപ്പിക്കുന്നു. കണ്ണുകൾ ശാന്തമായി അടയ്ക്കുക. കർത്താവ് റോമിൽ ഇരുന്നുകൊണ്ട്, ഞാനിപ്പോൾ താമസിക്കുന്ന ഹോട്ടലിന്റെ മുറിയിൽ ഇരുന്നുകൊണ്ട്
കർത്താവെ, സെന്റ് പീറ്റേഴ്സ് ബസിലിക്കായി നോക്കിക്കൊണ്ട് ഞാൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കാരണമുള്ള കർത്താവെ, ആരെല്ലാം ഇത് ശ്രമിക്കുന്നു അവരെയും ഇനിയും വീണ്ടും ശ്രമിക്കുന്നവരെയും എല്ലാം തിരുഹൃദയത്തിലേക്ക് അർപ്പിക്കുന്നു. അമ്മേ പരിശുദ്ധമ്മേ, നിന്റെ മാതൃഹൃദയത്തിലൂടെ ഇവരോരോരുത്തരെയും ഇവരുടെ കുടുംബങ്ങളെയും ഇവർക്ക് വേണ്ടുന്ന എല്ലാ ആവശ്യങ്ങളെയും അർപ്പിക്കുന്നു. കർത്താവ്, ലോകത്തുള്ള എല്ലാ വൈദികരോടും ചേർന്നുകൊണ്ട്, പ്രത്യേകിച്ച് കരുണയുടെ മിഷണറിമാരോട് ചേർന്നുകൊണ്ട്, എൻ്റെ അമ്മസഭ സഭയിലെ വൈദികരോട് ചേർന്നുകൊണ്ട് ഞാനിപ്പോൾ ഇവരെ ആശീർവദിക്കുന്നു, അനുഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ വൻകൃപ, കർത്താവിൻ്റെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും വൻകൃപകൾ നിങ്ങളിലേക്ക് ധാരാളമായി ചൊരിയപ്പെട്ട് നിങ്ങൾ വിശുദ്ധീകരിക്കപ്പെടട്ടെ, കർത്താവിനോട് ചേർന്നിരിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.